ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വീഡിയോ അല്ല ഗൈസ്, റിവ്യൂ. ഇന്നത്തെ മൂവി റിവ്യൂ ആണ് കേട്ടോ. മൂവിയുടെ പേരാണ് ദ ലയൺ കിങ്. ദ ലയൺ കിങ് ആണ് കേട്ടോ മൂവിയുടെ പേര്. ഇതൊരു ആനിമേഷൻ മൂവി ആണ്. അപ്പോൾ ഇതിൽ 3 ലാംഗ്വേജാണ് ഉള്ളത്: ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്കു. ഇതിൽ ഞാൻ കണ്ടത് ഇംഗ്ലീഷാണ് കേട്ടോ ഗൈസ്. നമ്മളുടെ സ്വന്തം കേരളത്തിലായ മാതൃഭാഷ നമ്മളുടെ മലയാളം ഗൈസ് ഇല്ല ഗൈസ്. അതിനൊരു സങ്കടം തരില്ല ഗൈസ്, സങ്കടം. ഇതിന് ഞാൻ ഗൈസ് ഹാഫ് ഭാഗമാണ് ഗൈസ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. ഫുൾ ഭാഗമൊന്നും ഞാൻ പറയുന്നില്ല. ഫുള്ള് ഭാഗം പറഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. പിന്നെ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ത്രില്ലൊക്കെ പോവില്ല. അത് കാരണം ഞാനൊരു ഹാഫ് ഭാഗമേ ഞാൻ നിങ്ങൾക്ക് പറയുന്നുള്ളൂ. ഇതൊരു ആനിമൽസ് മൂവിയാണ് ഗൈസ്. ഇതിൽ നമ്മൾ ഹ്യൂമൻസ് ഒന്നും ഇല്ല, ഒരു ആനിമൽസ് മൂവി ആണ്. അപ്പോൾ ഫസ്റ്റ് ഭാഗം തന്നെ എല്ലാ ആനിമൽസും കൂടി നിൽക്കുകയാണ്. എന്താ അറിയോ കൂടി നിൽക്കുന്നത്? അവർ രാജാവിനെ കാണാൻ വേണ്ടി. അപ്പോൾ രാജാവിനെ കാണാൻ വേണ്ടി അവർ കൂടി നിൽക്കുകയാണ്. പിന്നെ അവിടെ ഒരു മങ്കി ഉണ്ട്. മങ്കി വേര് എടുത്തിട്ട് ഇങ്ങനെ രാജാവിൻ്റെ കുട്ടി കാണാൻ പോവാണ്. രാജാവിൻ്റെ കുട്ടിയുടെ പേരാണ് സിംബ. സിംബയെ കാണാൻ പോവാണ്. സിംബയെ കണ്ടപ്പോൾ മുസാഫർ ഭാര്യയുടെ അടുത്ത് പോയി. അപ്പോഴേക്കും സിംബ ഇങ്ങനെ ജനിച്ചു. അപ്പോഴേക്കും മങ്കി വേര് പൊട്ടിച്ചു. അതിൻ്റെ മഷി എടുത്തിട്ട് നമ്മളുടെ സിംബയുടെ തലയിൽ തേച്ചു. എന്നിട്ട് സിംബയെ എടുത്തു കൊണ്ടുപോയിട്ട് എല്ലാ ജനങ്ങൾക്കും കാണിച്ചു കൊടുത്തു. ഇതാണ് നിങ്ങളുടെ ഇനി അടുത്ത രാജാവ് ആവാൻ പോകുന്ന രാജാവ് എന്ന് കാണിച്ചു കൊടുത്തു. എല്ലാ ആനിമൽസും തുള്ളിച്ചാടാൻ തുടങ്ങി സന്തോഷത്തോടെ. പിന്നെ അടുത്ത പാർട്ട് എന്ന് വെച്ചാൽ സാസ് അവരൊരു പക്ഷിയാണ്. അപ്പോൾ സാസ് മുസാഫർ ഒരു ഏട്ടനുണ്ട്, അനിയനാണ്. പേര് സ്ട്രക്കാണ് പേര്. അപ്പോൾ സ്ട്രക്കിനെ കാണാൻ പോയി സാസ് പറഞ്ഞു, നീ എന്താണ് രാജാവിൻ്റെ കുട്ടിയുടെ ചടങ്ങിന് എന്താ നീ വരാത്തത് ചോദിച്ചപ്പോൾ ഇവന് സ്ട്രക്കിന് ദേഷ്യം വന്നിട്ട് അവനെ കൊല്ലാൻ പോയപ്പോഴാണ് മുസാഫർ അവിടെ എത്തിയത് ഗൈസ്. സോറി മൊത്തം. അപ്പോഴേക്കും നമ്മളുടെ രാജാവായ മുസാഫർ വന്നു. മുസാഫർ ചോദിച്ചു, നീ എന്താ എൻ്റെ മകൻ്റെ ചടങ്ങിന് വരാത്തത്? അപ്പോൾ സ്ട്രഫ് പറഞ്ഞു, ഞാൻ മറന്നുപോയി. അപ്പോൾ പിന്നെയും സ്ട്രഫ് പറഞ്ഞു, അടുത്ത രാജാവും പോണത് നിൻ്റെ മകനായ സ്ട്രഫ് അല്ലേ? അപ്പോഴേക്കും സ്ട്രഫ് അവന് ദേഷ്യമുണ്ട്. കാരണം അടുത്ത രാജാവ് ആവാണത് അവനായിരുന്നു സ്ട്രഫ്. പക്ഷേ ആ കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിയായി അടുത്ത രാജാവ്. അത് കാരണം ദേഷ്യം വന്നിട്ട് അവൻ അപ്പോഴേക്കും പോയി. എന്നിട്ട് രാജാവായ മുസാഫർ സാസിനടുത്ത് ചോദിച്ചു, അവന് ദേഷ്യം വന്നിട്ടുണ്ട്, അവനല്ലല്ലോ രാജാവ്. അപ്പോൾ സാസ് പറഞ്ഞു, അപ്പോൾ അവനെ അപ്പോൾ നമുക്ക് ഓട്ടിച്ചാലോ? അപ്പോൾ മുസാഫർ പറഞ്ഞു, ഞാൻ ഉള്ള കാലം അവൻ ഇവിടെ ഇരിക്കട്ടെ. ഗൈസ് ഇതുവരെയാണ് ഗൈസ് ഞാനിപ്പോൾ കഥ പറഞ്ഞത്. ഇതിൻ്റെ ഫുൾ എനിക്ക് പറയാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരില്ലേ ഗൈസ്, അത് കാരണമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വെറൈറ്റി വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക.